ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും കേൾക്കുന്ന ഒരു ന്യൂസ് ആണ്, വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ മരിച്ചു, ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അപ്പൊ പലരും ചിന്തിക്കണത് എന്താ, ജിം അത്രയും ഡേഞ്ചർ ആണെന്നാ. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിം ഒരിക്കലും ഡേഞ്ചർ അല്ല. ഡേഞ്ചർ ആവുന്നത് അറിവില്ലാണ്ട് ചെയ്യുന്ന ഓരോ മണ്ടത്തരങ്ങളാണ്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന 5 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ഹിഡൻ ഹെൽത്ത് ഇഷ്യൂസ്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മിനിമം 6 മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഒരു റെഗുലർ ചെക്കപ്പ് നടത്തിയിരിക്കണം. കാരണം പലർക്കും തന്നെ അറിഞ്ഞുകൂടാ അവർക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളതെന്ന്. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള വർക്കൗട്ടുകൾ മാത്രം ചെയ്യുക. അപ്പോഴും വർക്കൗട്ട് ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നം തന്നെ, മര്യാദക്ക് ഉറങ്ങുകയും ചെയ്യാതെ വെള്ളവും കുടിക്കാതെ കുറെ ജങ്ക് ഫുഡ് അടിച്ച് കയറ്റിയിട്ട് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫ്യൂവൽ പ്ലസ് റിക്കവറി ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ജിമ്മിൽ വന്ന് വെയിറ്റ് എടുക്കുമ്പോൾ അതും കൂടെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കണ്ടുവരുന്ന മൂന്നാമത്തെ കാര്യമാണ് പ്രോപ്പർ ആയിട്ട് വാമപ്പ് ഇല്ലാത്തത്. നിങ്ങളുടെ ബോഡിക്കും ഹാർട്ടിനും ഒരു സ്റ്റാർട്ട് കൊടുക്കാതെ ഡയറക്റ്റ് പോയിട്ട് വെയിറ്റ് എടുത്ത് അടിക്കുമ്പോൾ അത് നിങ്ങൾ ഹാർട്ടിനും മസിൽസിനും ഒക്കെ ഷോക്ക് ഉണ്ടാക്കും. ജിമ്മിൽ ഭൂരിഭാഗം ഇഞ്ചുറീസ് വരാനും ചാൻസ് കൂടുതൽ ഈ ഒരു കാരണം കൊണ്ടാണ്. അത് മാത്രമല്ല, നാലാമത്തെ ഒരു കാരണം കൂടി ഉണ്ട്, ഈഗോ ലിഫ്റ്റിംഗ്. ഇപ്പൊ ട്രെൻഡിങ് അതാണല്ലോ. അവനവന്റെ കപ്പാസിറ്റിക്ക് പറ്റാത്ത അത്രയും വെയിറ്റ് എടുത്ത് പൊക്കുമ്പോൾ ബാക്കി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ സംഭവിക്കാൻ പോണേന്ന്. ഇത് മാത്രമല്ല, 5ാമതായിട്ട് വരുന്ന പോയിന്റ് അതും കുറച്ച് സീരിയസ് ആണ്, സ്റ്റീറോയിഡ് മിസ്യൂസ്. എല്ലാവർക്കും പെട്ടെന്ന് റിസൾട്ട് വേണം. ഷോർട്ട് കട്ട് കൊണ്ട് റിസൾട്ട് കിട്ടും, പക്ഷെ ആ റിസൾട്ട് ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ടൈം കൂടെ ഉണ്ടാവും നിങ്ങൾ വിചാരിക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും പറ്റില്ല. ജിം ഒരിക്കലും റിസ്ക് അല്ല, നിങ്ങൾ അങ്ങനെ റിസ്ക് ആക്കി മാറ്റരുത്. ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജിം നിങ്ങൾക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, വർക്കൗട്ടിനെ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കിയിട്ട് ഹാബിറ്റ് ആക്കി മാറ്റുക. അത്രേ എനിക്ക് പറയാം.